എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ദൈവവചനത്തെ വിശ്വസിക്കുക, മനുഷ്യരുടെ ന്യായങ്ങളെ അല്ല. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം 29 അധ്യായം അതിൻ്റെ 28 വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവ ആകുന്നു. ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്കും അനുസരിക്കാതിരിക്കുന്നവർക്കും വരുന്നതായ മാറ്റങ്ങളെയും കുറിച്ച് ഇവിടെ പറയുന്നു. ഈ ന്യായപ്രമാണത്തിലും പ്രവചനങ്ങളിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടിയിരിക്കുന്നത് കരുതിയിരിക്കുന്നതായ കാര്യാദികളെ കുറിച്ചാണ്. ഇവിടെ ഈ കാര്യാദികൾ മറ്റൊരാൾക്ക് ദൈവം കൊടുക്കുകയില്ല എന്നും ദൈവം വ്യക്തമായിട്ട് പറയുന്നു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് ദൈവം ചില പദ്ധതികളെക്കുറിച്ച്, ചില കാര്യാദികളെക്കുറിച്ച് ഓരോ വ്യക്തികൾക്കും ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തിരുവചനം വായിക്കുമ്പോൾ അതാത് വ്യക്തികൾക്ക് ശ്രദ്ധിക്കുവാൻ ഇടയാകുന്നതാണ്. ഒരു വ്യക്തിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് ഒരു ചെവി കേട്ടിട്ടുമില്ല, ഒരു കണ്ണ് കണ്ടിട്ടുമില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ കാര്യാദികൾ മറ്റൊരാൾക്ക് ദൈവം കൊടുക്കുന്നത് അല്ല. അടുത്തൊരു ഭാഗം നമ്മോട് പറയുന്നത് വെളിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ഇവിടെ കൽപ്പനകളിലും പ്രമാണങ്ങളിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരമോന്നതമായ അധികാരത്തെക്കുറിച്ചാണ്. ഇതിവിടെ ദൈവത്തിൻ്റെ പരമോന്നതമായ അധികാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിലുള്ളതായ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കൂട്ടർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനിൽ നിന്നും അകന്നു നിൽക്കുന്നു. അതിന് കാരണമെന്നത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നതാണ്. നേരെ തിരിച്ച് മനുഷ്യനിൽ നിന്നും ദൈവം അകന്നു പോയതല്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യനായിരുന്ന സമയത്ത് മനുഷ്യനോട് ദൈവം കൊടുത്തിരിക്കുന്നതായ കൽപ്പനകൾ മാനിക്കാത്തത് കൊണ്ടും കൽപ്പനകളെ അനുസരിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ദൈവവും മനുഷ്യനുമായിട്ട് വലിയൊരു ഗ്യാപ്പ് വന്നത്. ഇവിടെ ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നത് ചില കാര്യാദികൾ ചെയ്യാൻ പറയുന്നുണ്ട്, എന്നാൽ ചില കാര്യാദികൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. കൽപ്പനയിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ 2 കാര്യാദികളാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. അതിലൊരു കൽപ്പന നമ്മോട് പറയുന്നത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. അത് 7-ാം ദിവസമാണ്. അന്ന് നീയും നിന്റെ യാതൊരുവിധ വ്യക്തികളോ അല്ലെങ്കിൽ നിന്റെ ഭവനത്തിലുള്ള വേലക്കാരോ യാതൊരുവിധ വേലയും ചെയ്യാൻ പാടുള്ളതല്ല. 2 നമ്മോട് പറയുന്നത് നിനക്ക് ദീർഘായുസ് ലഭിക്കേണ്ടതിന് നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. ബാക്കിയുള്ള ഓരോ കൽപ്പനകളിലും ദൈവം നമ്മോട് പറയുന്നത് അത് ചെയ്യരുത് എന്നതാണ്. എന്നാൽ ഈ 2 കൽപ്പനകളെ മനുഷ്യൻ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയും ബാക്കിയുള്ള 8 കൽപ്പനകളെ പോയി ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിയുമായിട്ട് വലിയൊരു അന്തരംഗം വന്നത്. ഇവിടെ ഏദൻ തോട്ടത്തിൽ ഹവ്വയോട് സാത്താൻ ചോദിച്ചു, ദൈവം നിങ്ങളോട് എന്തൊക്കെ കാര്യാദികൾ ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുകയുണ്ടായി. അതിന് ഹവ്വ പറഞ്ഞത്, തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് ബോധം വരുത്തുന്നതായ ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഞങ്ങൾ ഭക്ഷിക്കാൻ പാടുള്ളതല്ല. ഇവിടെ സാത്താൻ വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ വളരെ ചതിയുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് സാത്താൻ പറയുകയാണ്, ആ ഒരു ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുറവും വരികയില്ല. ഈ ഒരു പ്രലോഭനത്തിൽ അകപ്പെട്ടു പോയ ഹവ്വ സാത്താൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുകയും ആ ഭക്ഷണം ഭക്ഷിക്കുകയും ഇത് ആദാമിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ, ഇങ്ങനെയുള്ള ഈ ഒരു കൽപ്പന ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയും ശാപഗ്രസ്തനായി തീരുകയും ചെയ്യുന്നു. ഇവിടെ മനുഷ്യനെ മാത്രമല്ല ദൈവം ശപിച്ചത്, പാമ്പിനെയും ശപിക്കുകയുണ്ടായി. പാമ്പിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മാത്രമാണ്. അടുത്തൊരു ഭാഗം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നീതി മാർഗ നിർദ്ദേശം. ഇവിടെ കൽപ്പനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നീതി എന്നും എന്താണ് അനീതി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6 മുതലുള്ള കൽപ്പനകൾ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കാണാനിടയാക്കുന്നു. ഇവിടെ മനുഷ്യന് ചെയ്യുന്ന കാര്യങ്ങളാണ് നീതി എന്ന് പറയുന്നത്.
നിയമത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നത് മനുഷ്യന് പാപബോധം വരുത്തുക എന്നതാണ്. ഇന്ന് മനുഷ്യന് പാപത്തിൻ്റെ ബോധം വരാതിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയും 10 കൽപ്പനകളെയോ പ്രമാണങ്ങളെയോ അനുസരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് കൽപ്പനകളെയോ പ്രവചനങ്ങളെയോ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ. ഇനിയുള്ള സമയങ്ങളിൽ നമ്മളിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ കൽപ്പനകളും ഓരോ ന്യായപ്രമാണങ്ങളും ഓരോ പ്രവചനങ്ങളും നിറവേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നു നാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ ദിവസം മുതൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ന്യായപ്രമാണങ്ങളും കൽപ്പനകളും പൂർത്തീകരിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണം. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ പൊന്നു ദൈവമേ. ആമേൻ.